People are so fast to pass judgments on other people. ഈ ഹോം ബ്രേക്കർ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി വളരെ വളരെ അധികം മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടെർമിനോളജിയാണ്. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ വേറൊരു സ്ത്രീ കയറി വന്ന് ആ വിവാഹ ജീവിതത്തെ നശിപ്പിക്കുന്നതിനെയാണ് ഹോം ബ്രേക്കർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ആസ് പെർ ലോ, എനി മാൻ who is 21 years and any woman who is 18 years are supposed or deemed to have, otherwise any lunatic issues ഇല്ലാത്തടത്തോളം they are deemed to have taking decisions correctly. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഹോം ബ്രേക്കർ എന്ന് പറയുന്നൊരു സ്ത്രീയും ഇതേപോലെ മേജറായിട്ടുള്ളൊരു വ്യക്തിയാണ്. ആരുടെ ഹോമാണോ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ വ്യക്തി, ദ ഹസ്ബൻഡ് ഓഫ് ദാറ്റ് ലേഡി, അയാൾ എന്താ ലുനാറ്റിക് ആയതുകൊണ്ടാണോ ഈ പെണ്ണുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തത്? അല്ല, അയാൾ ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റിലായിരുന്നു ഈ പെണ്ണുമായിട്ട് അയാൾ പോലും അറിയാതെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി പോവാൻ? വാട്ട് നോൺസെൻസ് ആർ പീപ്പിൾ കോളിംഗ് അബൌട്ട് ഹോം ബ്രേക്കർ? ദർ ഇസ് നത്തിങ് ലൈക്ക് ഹോം ബ്രേക്കർ. The third woman who comes into the life of these spouses clearly exposes the already irretrievably damaged relationship between the husband and wife. അല്ല എന്ന് പറയൂ നിങ്ങൾ. ഒരാൾ പുതിയതായിട്ട് കയറി വന്നിട്ട് വേണ്ട ഒരു കുടുംബം മോശമാക്കാൻ. നട്ടലുള്ള ആണാണെങ്കിൽ അവനും അയാളുടെ ഭാര്യയും തമ്മിൽ പ്രശ്നം ഇല്ലെങ്കിൽ അയാൾ ഈ മൂന്നാമത്തെ ആളുടെ അടുത്ത് പറയും എനിക്ക് നിങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയും. ആണിന് നട്ടലില്ലാത്തതിന് മൂന്നാമത്തെ പെണ്ണിനെ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് കേരളത്തിൽ മാത്രമേ കാണുള്ളൂ. ഇത് എന്താണിത്? വാട്ട് നോൺസെൻസ് ഇസ് ദിസ്? ഐ ആം ആസ്കിങ്. പീപ്പിൾ ആർ ഓൾ ലുനാറ്റിക്സ് നൗ. ദേ ഹാവ് നോ ഐഡിയ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് ദേ സേ ഘോര പ്രസംഗമാണ്. നീ മറ്റൊരാളുടെ ഭർത്താവിനെ കട്ടുകൊണ്ട് പോവുക, ആസ് ഇഫ് ദ മാൻ ഇസ് ദ പ്രോപ്പർട്ടി, ഈസ് എൻ മൂവബിൾ ആൻഡ് ഓ യെസ്, ഓഫ് കോഴ്സ് മാൻ ഇസ് എ മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ഹിസ് വൈഫ്. അതുകൊണ്ടാണല്ലോ കട്ടുകൊണ്ട് പോകാൻ പറ്റിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെഫ്റ്റിന് ചാർജ് ചെയ്യണം. അല്ലാതെ വെറുതെ ഹോം ബ്രേക്കർ അത് ഇത് എന്ന് പറഞ്ഞിട്ട് നാണില്ലല്ലോ. കേരള ലിറ്ററേറ്റ് കേരളമാണ്, 100% ലിറ്ററസി. നാണില്ലല്ലോ നിങ്ങൾക്കൊന്നും ഇത് പറയാൻ. യു പീപ്പിൾ ആർ സോ സ്റ്റ്യൂപ്പിഡ്. ഐ വണ്ടർ ഹൂ ഗേവ് യു ദിസ് 100% ലിറ്ററസി. 100% ലിറ്ററസി വിത്തൗട്ട് കോമൺ സെൻസ് എന്ന് വേണം പറയാൻ.